Okay, in this class I am going to show you how matrices can be used to represent symmetry operation or matrix representation of symmetry operation. Matrix representation of symmetry operations. Symmetry operations. You already know about the symmetry operations, okay, and with that prior knowledge we are going to learn how we can represent each symmetry operation mathematically. By saying mathematically, I meant by using matrices. Okay, so let us take a reflection is a symmetry operation, and we can say that reflection is a symmetry operation when a plane in the molecule bisects that molecule into two equal halves, right? For example, we can take the case of water molecule. Water molecule has oxygen here, and it has two hydrogens in the left and in the right, and these two hydrogens are indistinguishable. And just to know which hydrogen is which one, let me say that this is hydrogen 1 and this is hydrogen 2. Okay, and we can do a symmetry operation here. The symmetry operation that I am going to do here is reflection. Reflection is a symmetry operation that I am going to do here. You already know about this, so I am not going to detail all of this. So let me take this as the z-axis. This is the z-axis. Okay, that is the axis passing through the oxygen atom, and at the same time that axis is bisecting the HOH bond angle. So this is the z-axis. Let me consider this as the x-axis. This one is the x-axis. It means that both x-axis and z-axis are in the plane of this board itself. So obviously there will be an angle perpendicular to both of these axes. ആ ആക്സസ് എന്ന് പറയുന്നത് that will be perpendicular to the plane of the board itself. അല്ലെ, ഈ ബോർഡിന്റെ ഇതിലേക്കൂടെ ഞാൻ ഒരു ആണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആണി ഓറിയന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് ആയിരിക്കും. ആ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ y ആക്സിസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ we can see only the front part of the y axis. ബാക്ക് പാർട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ബോർഡിന്റെ പ്ലെയിന്റെ പുറകിൽ നിൽക്കുകയാണ്. ഓക്കെ, അതാണ് y ആക്സിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് ആക്സിസുകൾ ഇവിടെ ഉണ്ട്. ഈ മൂന്ന് ആക്സിസുകളുടെ ഒറിജിനിലാണ് ഇവിടുത്തെ ഓക്സിജൻ ആറ്റം നിലനിൽക്കുന്നതെന്നും നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ക്യാരി ഔട്ട് എ റിഫ്ലക്ഷൻ ഹിയർ. ഇവിടെ പല റിഫ്ലക്ഷൻസ് എനിക്ക് നടത്താം. ആദ്യമായിട്ട് ഞാൻ നടത്താൻ പോകുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് YZ പ്ലെയിനിലൂടെയാണ് റിഫ്ലക്ഷൻ നടത്തുന്നത്. YZ plane. So YZ plane is this one. I can draw the YZ plane with another color. So YZ plane എന്ന് പറയുന്നത് ഇതാണ് YZ plane. Okay, ഇതാണ് YZ plane എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാട്ടർ മോളിക്യൂളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും YZ പ്ലെയിനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഹൈഡ്രജൻ 1, YZ പ്ലെയിനിന്റെ റൈറ്റിലാണ് ഹൈഡ്രജൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ YZ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് എന്ത്, ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ YZ പ്ലെയിന് എബോട്ടായിട്ട് റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിഗ്മ YZ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, സിഗ്മ YZ. എനിക്കൊരു സിമിലർ ഓറിയന്റേഷൻ ആണ് കിട്ടുന്നത്. ഓക്സിജൻ ഈസ് ഹിയർ. ഓക്കെ, that is the origin of the coordinate system. Then here I get hydrogen 2 അല്ലേ. ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താണ്, ഹൈഡ്രജൻ 2 ആണ്. ഇവിടെ എനിക്ക് കിട്ടുന്നതോ ഹൈഡ്രജൻ 1ഉമാണ്. ഹൈഡ്രജൻ 2, this is hydrogen 2, and here I get hydrogen 1. So what I am getting here in place of hydrogen 2 ന്റെ സ്ഥാനത്ത് I am getting hydrogen 1. ഇനി ഹൈഡ്രജൻ 1ന്റെ സ്ഥാനത്ത് ഐ എം ഗെറ്റിംഗ് ഹൈഡ്രജൻ 2 ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഓറിയന്റേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോത്ത് ഓഫ് ദീസ് ഓറിയന്റേഷൻസ് ആർ ഐഡന്റിക്കൽ. ഹൈഡ്രജൻ 1 ഹൈഡ്രജൻ 2ഉം
ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ നടന്നു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ബിക്കോസ് ബോത്ത് ഓഫ് ദീസ് ഓറിയന്റേഷൻസ് ആർ ഐഡന്റിക്കൽ അല്ലേ. അതുകൊണ്ട് അതൊരു സിമെട്രി ഓപ്പറേഷനാണ്. ഇപ്പൊ ഇവിടെ നടന്നത് സിഗ്മ വൈ സെഡ് എന്ന് പറയുന്നത് ഒരു സിമെട്രി ഓപ്പറേഷനാണ്. ഈ സിമെട്രി ഓപ്പറേഷൻ നടന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടുത്തെ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സിൽ ഉണ്ടായത്? ഈ മോളിക്യൂളിന്റെ എവിടെയെങ്കിലുമുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, മോളിക്യൂളിന്റെ ഈ ഹൈഡ്രജൻ 2വിൻ്റെ അകത്തിരുന്ന ഹൈഡ്രജൻ 2വിൻ്റെ മിഡ് പോയിന്റിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ 2 എന്ന് പറയുന്നത് ഒരു ബോൾ ആണെന്ന് സങ്കല്പിക്കുക. ദിസ് ഈസ് എ ബോൾ. ആ ബോളിന്റെ മിഡ് പോയിന്റിന് എന്താണ് സംഭവിച്ചത് നോക്കാം. എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സിന് എന്താണ് സംഭവിച്ചത് നോക്കാം. ഇവിടെ റിഫ്ലക്ഷൻ നടന്ന ഏതിനെ എബോട്ടായിട്ടാണ്? വൈ സെഡ് പ്ലെയിനിനെ എബോട്ടായിട്ടാണ് റിഫ്ലക്ഷൻ നടന്നത്. വൈ സെഡ് പ്ലെയിനിന് എബോട്ടായിട്ട് റിഫ്ലക്ഷൻ നടക്കുമ്പോൾ കോർഡിനേറ്റ്സിന് എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സിന് എന്താ സംഭവിക്കും? ഏത് പ്ലെയിനിന് എബോട്ടായിട്ടാണോ റിഫ്ലക്ഷൻ നടക്കുന്നത് ആ പ്ലെയിനിന്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കത്തില്ല. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് ടു ദ ആക്സസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലെയിൻ അല്ലേ. അപ്പോൾ വൈയും ഇസഡുമാണ് ഇവിടെ പ്ലെയിനിലിരിക്കുന്ന ആക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈ സെഡ് ആക്സിസ് കോർഡിനേറ്റ്സിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. പിന്നെ സംഭവിക്കുന്ന ഏതിനാണ്? എക്സ് ആക്സിസിന്റെ കോർഡിനേറ്റ്സിനാണ് സംഭവിക്കുന്നത്. പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആവും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഹൈഡ്രജൻ 2 എന്ത് ചെയ്തു? ഹൈഡ്രജൻ 1ന്റെ സ്ഥാനത്തേക്ക് വന്നു. ഹൈഡ്രജൻ 1 എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡയറക്ഷനിലാണ് അല്ലേ. ഇത് മൈനസ് എക്സ് ആണ്. ഹൈഡ്രജൻ 1ന്റെ സ്ഥാനത്ത് വന്നു. അപ്പം എക്സ് കോർഡിനേറ്റ്സിലാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. സോ വെനെവർ ദെയർ ഈസ് എ റിഫ്ലക്ഷൻ അബൌട്ട് ദ വൈ സെഡ് പ്ലെയിൻ, സിഗ്മ വൈ സെഡ്, then the x-axis there will be a change, means x turns to minus x. അതേപോലെ വൈ ഇസഡ് പ്ലെയിനിനെ പോലെ നമുക്ക് സിഗ്മ മറ്റൊരു പ്ലെയിൻ കൂടി സങ്കല്പിക്കാം. ഈ വാട്ടർ മോളിക്യൂളിൽ തന്നെയുള്ള എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു സിമെട്രി പ്ലെയിൻ ആണ്. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ഇസഡ് പ്ലെയിൻ, ഇവിടുത്തെ എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നതും ഒരു സിമെട്രി പ്ലെയിൻ, അതായത് ബോർഡിന്റെ പ്ലെയിൻ ഒരു സിമെട്രി പ്ലെയിൻ ആണ്. സോ സിഗ്മ എക്സ് ഇസഡ് ഇങ്ങനെ ഒരു സിമെട്രി ഓപ്പറേഷൻ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെയാണ് ചേഞ്ച് സംഭവിക്കുന്നത്? വൈ ആക്സിസിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. സോ വൈ ടേൺസ് ടു മൈനസ് വൈ. ഇനി സിഗ്മ എക്സ് വൈയിലാണ് നിങ്ങൾ റിഫ്ലക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ വിച്ച് കോർഡിനേറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്? ഇസഡ് കോർഡിനേറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇസഡ് വിൽ ടേൺ ടു മൈനസ് ഇസഡ്. ഓക്കെ. അപ്പോൾ ഓരോ റിഫ്ലക്ഷനും സംഭവിക്കുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. So whenever there is a reflection about the yz plane, there will be a change in the x coordinate. Y and z coordinate will remain the same. Okay. ആ റിഫ്ലക്ഷൻ സംഭവിച്ച് ഈ H2 എന്ന് പറയുന്ന പോയിന്റിന്റെ മിഡ് പോയിന്റ് എന്ത് ചെയ്യും? H1ന്റെ മിഡ് പോയിന്റിന്റെ സ്ഥാനത്തേക്ക് വരും. പക്ഷെ അങ്ങനെ വന്നാലും അവിടുത്തെ വൈയും ഇസഡും കോർഡിനേറ്റ്സിന് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല അല്ലേ. ഇവിടെ ചേഞ്ച് സംഭവിക്കുന്ന എക്സിന് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്സ് സെഡിന്റെ സിഗ്മ എക്സ് സെഡ് വൈ സെഡ് സംഭവിക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കരുതുക ആദ്യത്തെ ഇതിന്റെ കോർഡിനേറ്റ്, അതായത് H2 എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ ഈ H2 എന്ന് പറയുന്ന ആറ്റത്തിന്റെ സെന്റർ പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ്സ് x1 y1 z1 ആയിരുന്നു സങ്കല്പിക്കുക. ഇനി റിഫ്ലക്ഷന് ശേഷം അത് H2ന്റെ സ്ഥാനത്തേക്ക് വരും അല്ലേ, H1ന്റെ സ്ഥാനത്തേക്ക് വരും. അവിടെയുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 z2 ആണെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മൾ സങ്കല്പിക്കുന്ന പോയിന്റിന്റെ, നമ്മൾ ഏത് പോയിന്റാണോ പരിഗണിക്കുന്നത് അതിന്റെ ഇനിഷ്യൽ കോർഡിനേറ്റ്സ് x1 y1 z1, ഫൈനൽ കോർഡിനേറ്റ്സ് x2 y2 z2 ആണെന്ന് സങ്കല്പിക്കുക. സോ ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓക്കെ x1 y1 z1 ചേഞ്ചസ് ടു x2 y2 z2. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഇവിടെ പരിഗണിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൈ സെഡ് ആണ്. സിഗ്മ വൈ സെഡ് ആയതുകൊണ്ട് നമുക്കറിയാം x1 x2 അല്ലെ, x1നും x2നും ചേഞ്ചസ് ഒന്നും x1നും x2നുമാണ് ചേഞ്ചസ് സംഭവിക്കുന്നത് അല്ലേ. അതായത് ഈ x2 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദ ന്യൂ കോർഡിനേറ്റ്സ് ഈസ് ഈക്വൽ ടു ദ മൈനസ് ഓഫ് ദ ഒറിജിനൽ കോർഡിനേറ്റ്, ദാറ്റ് ഈസ് മൈനസ് x1. ബട്ട് ദർ വിൽ ബി നോ ചേഞ്ച് ടു y1 ആൻഡ് y2. Therefore, y2 is equal to y1 and z2 is equal to z1. അതാണ് സിഗ്മ വൈ സെഡ് പ്ലെയിനിലുണ്ടാകുന്ന റിഫ്ലക്ഷൻ.
അപ്പോൾ ഈ ഇക്വേഷൻസിനെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. x2 = -x1 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ -1x1 plus 0y1 plus 0z1 = x2 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് x2 = -x1 തന്നെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ 0x1 plus 1y1 plus 0z1 = y2 എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് y2 = y1 എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. മൂന്നാമത്തെ ഇക്വേഷൻ 0x1 plus 0y1 plus 1z1 = z2 എന്ന് എഴുതാം. അപ്പം നമുക്കിവിടെ 3 ഇക്വേഷൻസ് ഉണ്ടല്ലേ. ഈ 3 ഇക്വേഷൻസിനെ എനിക്ക് വേണമെങ്കിൽ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാം. മെട്രിക്സ് ഫോമിൽ എങ്ങനെയാണെന്ന് ഞാനൊന്ന് എഴുതി കാണിക്കാം. ഇവിടെ x1 y1 z1 എന്നുള്ളതാണ് ഈ ഇക്വേഷനകത്തുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് ഞാൻ എടുക്കുന്നു. സോ ലെറ്റ് മീ പുട്ട് ഓൾ ദ കോഎഫിഷ്യൻസ് ഇൻസൈഡ് എ മെട്രിക്സ്. ദാറ്റ് ഈസ് -1 then 0 0 അല്ലേ. -1 0 0. അടുത്ത ലൈൻ എടുക്കുകയാണെങ്കിൽ 0 1 0 0 1 0 then 0 0 1. Okay, these are the coefficients of x1 y1 z1. So let me put x1 y1 z1 in another matrix, x1 y1 z1. So this is a column matrix and that is equal to x2 y2 z2 x2 y2 z2. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഈ 3 ഇക്വേഷൻസിനെ എനിക്ക് മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഞാൻ ഈ ഒരു കേസിൽ മാത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം എങ്ങനെയാണ് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതെന്നുള്ളത്. നോക്കൂ, ഇവിടുത്തെ ഒരു 3x3 മെട്രിക്സ് ആണ്. ഒരു 3x3 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 3 റോയും 3 കോളവും ഉള്ള മെട്രിക്സ് ആണ്. ഇവിടുത്തേതോ നമ്മളുടേത് ഒരു കോളം മെട്രിക്സ് ആണ്. അതായത് അതിന് ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്താണ്? ഒരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3 ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് റോസോ 3 ആണ്. ഇപ്പോൾ ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് റോസ്, രണ്ടാമത് എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് 1 ആണ്. അപ്പോൾ ഇത് 3x1 മെട്രിക്സ് ആണ്. ഇതും എന്താണ്? നമ്പർ ഓഫ് റോസ് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് പക്ഷേ 1 ഉള്ളൂ. സോ ദിസ് ഈസ് എ 3x1 മെട്രിക്സ്. ഇപ്പോൾ നമുക്കൊരു 3x3 മെട്രിക്സും ഒരു 3x1 മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള നിബന്ധന എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് ഷുഡ് ബി ഈക്വൽ ടു രണ്ടാമത്തെ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ദാറ്റ് ദീസ് ടു മെട്രിക്സസ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ്. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കും. അല്ലാതെ എന്നുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മെട്രിക്സ്, ഓക്കെ, ഇപ്പം നമ്മളൊരു 3x3 മെട്രിക്സ് അതിനെ ഞാനൊരു 3x1 മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമോ? ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് എത്രയാണോ അതുപോലെ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എത്രയാണോ. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3x1 മെട്രിക്സ് ആയിരിക്കും. അത് ഇവിടുത്തെ നമ്പർ ഓഫ് റോസും ഇവിടുത്തെ കോളംസുമാണ്. സോ വി വിൽ ഗെറ്റ് എ 3x1 മെട്രിക്സ്. ഇതും ഒരു 3x1 മെട്രിക്സ് ആണല്ലോ. x2 y2 z2 എന്ന് പറയുന്നത് 3x1 മെട്രിക്സ് ആണ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ എല്ലാ നിബന്ധനകളും പാലിക്കുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് ഈ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോയെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എന്താണ്? -1 0 0. അതിനെ ഇവിടുത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോളം എന്ന് പറഞ്ഞാൽ x1 y1 z1 കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ കോളത്തിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും, ഇവിടുത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ കോളത്തിൻ്റെ സെക്കൻഡ് എലമെൻറ്റും, റോയുടെ തേർഡ് എലമെൻറ്റും കോളത്തിൻ്റെ തേർഡ് എലമെൻറ്റും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -1 into x1. So we can write -1 x1 plus 0 y1 plus 0 z1. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താണ്? അങ്ങനെ കിട്ടുന്ന, അതായത് ഇവിടുത്തെ ഫസ്റ്റ് റോയെ
ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എലമെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് റിസൾട്ടന്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഇവിടെ ഒരു കോളം മെട്രിക്സ് ആണ്, അതുകൊണ്ട് ഫസ്റ്റ് റോയിൽ ഒരു എലമെന്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെന്റ് തന്നെയായിരിക്കും അത്, അതായത് x2 ആണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് റോയെ ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോ ഏതാണ്? 0 1 0. ഇപ്പോൾ 0x1 പ്ലസ് 1y1 പ്ലസ് 0z1 ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അതായത് ഏതാണ്? y2. അതുപോലെ ഇവിടുത്തെ തേർഡ് റോ 0 0 1, അതിനെ ഇവിടുത്തെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ടന്റ് മെട്രിക്സിലെ തേർഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. സോ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. അതായത് ഇവിടുത്തെ തേർഡ് റോ 0 0 1 ആണല്ലോ, ഇവിടുത്തെ കോളവുമായിട്ട് ഫസ്റ്റ് കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 0x1 പ്ലസ് 0y1 പ്ലസ് 1z1 ഈസ് ഈക്വൽ ടു the first element of the third row, that is equal to z2. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കുകയും ഈ യെല്ലോ കളറിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷൻസും നമ്മൾക്ക് തൊട്ട് മുമ്പാണ്ടായിരുന്ന ഇക്വേഷൻസ് നിങ്ങൾ നോക്കിക്കേ, ആ രണ്ട് ഇക്വേഷൻസും ഒന്ന് തന്നെയാണ് അല്ലേ. -x1 പ്ലസ് 0y1 പ്ലസ് 0z1 ഈസ് ഈക്വൽ ടു x2, 0x1 പ്ലസ് 1y1 പ്ലസ് 0z1 ഈസ് ഈക്വൽ ടു y2, 0x1 പ്ലസ് 0y1 പ്ലസ് 1z1 ഈസ് ഈക്വൽ ടു z2. ഇതേ മൂന്ന് ഇക്വേഷൻസ് തന്നെയാണ് ഞാൻ ഇവിടെയും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻസിനെ എങ്ങനെയാണ് മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണം അല്ലേ. സോ ദിസ് ടൈപ്പ് ഓഫ് ആൻ ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ മെട്രിക്സ് ഫോം ലൈക്ക് ദിസ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം മെട്രിക്സ് ഫോമിലുള്ള ഇക്വേഷനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇക്വേഷൻസ് ആയിട്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കണം മെട്രിക്സുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്നും. ഇനി വരുന്ന കേസുകളിലൊക്കെ നമ്മൾ മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതി മാറ്റത്തേ ഉള്ളൂ. ഇതുപോലെ വിശദീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഒരു കോളം മെട്രിക്സ് ഉണ്ട്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്. ഓക്കെ, x1 y1 z1 എന്ന് പറയുന്ന ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. ഈ x1 y1 z1 എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? x2 y2 z2 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. x1 y1 z1 ഈസ് കൺവേർട്ടഡ് ടു x2 y2 z2. എന്ത് സംഭവിച്ചപ്പോഴാണ്? when sigma yz operation is carried out അല്ലേ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അതിനകത്ത് ക്യാരി ഔട്ട് ചെയ്തപ്പോഴാണ് അത് x1 y1 z1 എന്ന് പറയുന്നത് x2 y2 z2 ആയിട്ട് മാറിയത്. അപ്പോൾ ഈ മെട്രിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ x1 y1 z1 എന്ന് പറയുന്ന കോളം മെട്രിക്സ് x2 y2 z2 എന്ന് പറയുന്ന മറ്റൊരു കോളം മെട്രിക്സ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടക്കണം അല്ലേ. അവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? we multiplied this matrix with another matrix. ആ മെട്രിക്സ് ഇതാണ് -1 0 0 1 0 1 0 0 0 1. അപ്പോൾ ഈ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഈ x1 y1 z1 x2 y2 z2 എന്ന് പറയുന്ന മറ്റ് മെട്രിക്സ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്? അവിടെയാണെന്ന് നമ്മൾ തൊട്ട് മോളിൽ കണ്ടത് സിഗ്മ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് അത് ഈ കോർഡിനേറ്റ്സ് മാറിയത്. ഇവിടെയാണെങ്കിലോ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഈ മെട്രിക്സ് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും? സിഗ്മ വൈ സെഡ് എന്ന് പറയുന്ന റിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിരിക്കും അല്ലേ. സിഗ്മ വൈ സെഡ് എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് നിങ്ങളൊന്ന് പരിഗണിക്കുക. സിഗ്മ വൈ സെഡ് ആണ്. വൈ സെഡ് ആണ് ഇവിടുത്തെ പ്ലെയിൻ. അപ്പം ഇവിടുത്തെ വൈക്കും ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് അതാണ് ഇവിടെ. അതുപോലെ തേർഡ് റോയിലെ തേർഡ് എലമെന്റ് അതായത് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും 1 ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇനി ഇവിടുത്തെ എക്സ് ആക്സിസിനാണ് എക്സ് കോർഡിനേറ്റ് ആണ് ചേഞ്ച് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് മൈനസ് ആയിരിക്കുന്നു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ദ എക്സ് കോർഡിനേറ്റ്, അത് -1 ആവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സിഗ്മ വൈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതിക്കോട്ടെ. സിഗ്മ വൈ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ദ സിഗ്മ വൈ സെഡ് ഈസ് ഈക്വൽ ടു -1. എക്സിന് ചേഞ്ച് സംഭവിക്കും. -1 0 0 0 1 0. വൈ എന്ന് പറയുന്നത് ഇത് 1 എന്ന് പറയുന്നത് വൈക്ക് കറസ്പോണ്ടിങ് ആണ്, അത് ചേഞ്ച് ഒന്നുമില്ല. 0 0 1 അത് ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ചേഞ്ച് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സൈൻ റിവേഴ്സ് ആവുന്നത് എക്സിൽ മാത്രമേ ആണ്. ഓക്കെ, ഇതെപ്പോഴാണ്?
sigma yz നടത്തുന്നു. Similarly, if you are doing sigma xz, sigma xz ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും മെട്രിക്സ് ഇവിടുത്തെ? എക്സിനും ഇസഡിനും കോർഡിനേറ്റ്സിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏത് കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെ മാറുന്നത്? y കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ എക്സിന് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1 എന്ന് തന്നെ എഴുതാം. 1 0 0. ഇനി yക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1 0 -1 0 ആൻഡ് ഇസഡിനും മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 0 0 1 എന്ന് എഴുതാം അല്ലേ? ഇനി അതുപോലെ സിഗ്മ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് വൈ. ഇവിടെ എക്സും വൈക്കും മാറ്റമൊന്നുമില്ല. അപ്പം 1 0 0 0 1 0 0 0. ഇവിടെയാണ് മാറുന്നത്, ഇസഡ് കോർഡിനേറ്റ് ആണ് മാറുന്നത്. അപ്പം -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ റിഫ്ലക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സസ് റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അബൌട്ട് വിച്ച് പ്ലെയിൻ ദ റിഫ്ലക്ഷൻ ഈസ് ബീയിങ് ക്യാരിഡ് ഔട്ട്. ഏത് റിഫ്ലക്ഷൻ ആണോ ഏത് പ്ലെയിൻ അബൌട്ടായിട്ടാണോ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്, ആ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് മാറില്ല. അതിന് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ റിഫ്ലക്ഷനെ പറ്റിയുള്ള ഡിസ്കഷൻ ഞാനിവിടെ നിർത്തിയാം. ഇനി നമ്മൾ അടുത്തതിനകത്തോട്ട് പോവുകയാണ്, ഇൻവേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനകത്തോട്ട് പോവുകയാണ്. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോളിക്യൂളിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലൂടെ ആ മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ആറ്റങ്ങളെയും ഇൻവേർട്ട് ചെയ്യുന്നു. ഇൻവേർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അത് ആ ആറ്റം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ നമ്മൾ ആ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അതിനെ സെയിം ഡിസ്റ്റൻസ് അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഇൻവേർഷൻ സംഭവിക്കുന്നത് അല്ലേ? ഞാനൊരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എടുക്കാൻ SF6. ഓക്കെ, ഇവിടെ നടുക്കിരിക്കുന്നത് സൾഫർ ആറ്റമാണ്. സൾഫർ ആറ്റം. ഓക്കെ, ഈ സൾഫർ ആറ്റത്തിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റംസ് കൂടിയുണ്ട്. ആ ഫ്ലൂറിൻ ആറ്റംസിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ദീസ് ആർ ദ 2 പെയേഴ്സ് ഓഫ് ഫ്ലൂറിൻ ആറ്റംസ്. ഇത് രണ്ടുപേരും. ഓക്കെ, ഇനി മറ്റ് 2 ഫ്ലൂറിൻ ആറ്റംസ് ഇങ്ങനെ ഇരിക്കുന്നു. So these are other 2 fluorine atoms. So ഇവരെല്ലാം ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് അയാളുടെ ആക്സിൽ മറ്റ് 2 ഫ്ലൂറിൻ ആറ്റം കൂടി ഇരിക്കുന്നു. ഓക്കെ, ഇതാണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ഇൻവേർഷൻ സെൻറ്റർ ഉണ്ട്. ഏതാണ് ഇവിടുത്തെ ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത്? ഇവിടുത്തെ സൾഫർ ആറ്റത്തിൻ്റെ മിഡ് പോയിന്റ്. സൾഫർ ആറ്റം ഒരു ബോളായിട്ട് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബോളിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഇവിടുത്തെ ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സൾഫർ ആറ്റം ഒരു ബോളാണെങ്കിൽ സൾഫർ ആറ്റം എന്ന് പറയുന്ന ബോളിൻ്റെ സെൻറ്റർ പോയിന്റ്, അതാണ് ഇൻവേർഷൻ സെൻറ്റർ. സത്യത്തിൽ സൾഫർ ആറ്റം ആണ് ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. സൾഫറിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഇവിടുത്തെ ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻവേർഷൻ സെൻറ്ററിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിനെ, അതായത് ഈ ആക്സിസിനെ എക്സ് ആക്സിസ് ആയിട്ട് പരിഗണിക്കുന്നു. സോ ദിസ് ഈസ് +x, ദിസ് ഈസ് -x. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ടേക്ക് ദിസ് ആസ് എ y ആക്സിസ്. സോ ദിസ് ഈസ് +y ആൻഡ് ദിസ് ഈസ് -y. And let me take this as the z axis. So this is +z and this is -z. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഓരോ പെയർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസും ഓരോ ആക്സിസിൽ കൂടെയാണ് പോകുന്നത് അല്ലേ? 6 ഫ്ലൂറിൻ ആറ്റം ഇരിക്കുന്നത് 3 ആക്സിസിലാണ്. അതിൻ്റെ ആക്സിസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് 3 ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവേർഷൻ സെൻറ്ററിൽ തന്നെയാണ്. അത് സൾഫർ ആറ്റത്തിൻ്റെ മിഡ് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻവേർഷൻ നടത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഫ്ലൂറിൻ ആറ്റം എന്ത് ചെയ്യും? അതായത് +x ആക്സിസിലിരിക്കുന്ന ഫ്ലൂറിൻ ആറ്റം ഇവിടെ നിന്ന് ഇൻവേർട്ട് ചെയ്ത് എവിടെ വരും? -x ആക്സിസിലേക്ക് വരും. ഈ ഫ്ലൂറിൻ്റെ സ്ഥാനത്തേക്ക് വരും. ഈ -x ആക്സിസിലിരുന്ന ഫ്ലൂറിൻ +x ആക്സിസിൽ വരും, ഇവിടെയും വരും. അതുപോലെ +y ആക്സിസിലിരുന്ന ഫ്ലൂറിൻ ആറ്റം ഇൻവേർട്ട് ചെയ്ത് -z വരും, -y വരും. അത് -y ആണ്, -y. അപ്പം -yലിരുന്നത്
ഇൻവേർട്ട് ചെയ്ത് പ്ലസ് വൈയിലും പോകും. ഇസഡ് ആക്സിസിലും അതേ ചേഞ്ച് ആണ് സംഭവിക്കുന്നത് അല്ലേ. ഇങ്ങോട്ട് ഇൻവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് സംഭവിക്കുന്ന ചേഞ്ചസ് എന്താണ്? എവിടേക്കാണോ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നത് അതെല്ലാം -x -y -z കോർഡിനേറ്റ്സ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിനെ സങ്കല്പിക്കുക. ആ പോയിന്റിന്റെ ഇനീഷ്യൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x1 y1 z1 ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. These were the initial coordinates of any point inside this molecule. Okay. ഇനി ഇൻവേർഷൻ സംഭവിച്ചു കഴിയുമ്പോൾ, ഇൻവേർഷൻ എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ആ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് x2 y2 z2 എന്ന് പറയുന്ന പുതിയ 3 കോർഡിനേറ്റ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം x1ഉം y1ഉം z1ഉം x2 y2 z2 തമ്മിലുള്ള റിലേഷൻ നമ്മൾക്ക് ഓൾറെഡി അറിയാം. കാരണം ഇത് ഇൻവേർഷൻ ആയതുകൊണ്ട്. എന്തായിരിക്കും റിലേഷൻ? x2 is equal to minus x1 ആയിരിക്കും. y2 is equal to minus y1 ആയിരിക്കും. അതുപോലെ z2 is equal to minus z1 ആയിരിക്കും. അതാണ് ഇൻവേർഷൻ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ എഴുതിയ മാതിരിയുള്ള 3 ഇക്വേഷൻസ് ആയിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 3 ഇക്വേഷൻസ് ആയിട്ട് -1x1 plus 0y1 plus 0z1 is equal to x2. അതുപോലെ 0x1 plus -1y1 plus 0z2 z1 0z1 is equal to y2 and 0x1 plus 0y1 minus 1z1 is equal to z2. ഇതാണ് ഇവിടുത്തെ റിലേഷൻസ് അല്ലേ. ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ നോക്കും? മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ -1 0 0 0 -1 0 0 0 -1 is into x1 y1 z1 is equal to x2 y2 z2 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മെട്രിക്സ് ഫോമിൽ ഇക്വേഷൻസിനെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, x1 y1 z1 ഈസ് ട്രാൻസ്ഫോംഡ് ടു x2 y2 z2. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. x1 y1 z1 ഈസ് ട്രാൻസ്ഫോംഡ് ടു x2 y2 z2. എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത്? ത്രൂ ആൻ ഓപ്പറേഷൻ കോൾഡ് ഇൻവേർഷൻ. അപ്പോൾ ഇവിടുത്തെ ഇൻവേർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഏതാണ്? -1 0 0 0 -1 0 0 0 -1. അപ്പോൾ നമുക്ക് ഇൻവേർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. Therefore, the matrix corresponding to inversion is -1 0 0 0 -1 0 0 0 0 0 -1. This is the matrix corresponding to inversion. Okay. അപ്പോൾ നമ്മൾ 2 സിമെട്രി ഓപ്പറേഷൻസ് ആണ് നോക്കിയത്. ഒന്ന് റിഫ്ലക്ഷൻ, മറ്റൊന്ന് ഇൻവേർഷൻ. ഇനി നമുക്ക് മൂന്നാമത് മറ്റൊരു സിമെട്രി ഓപ്പറേഷൻ നോക്കാം. ദാറ്റ് ഈസ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറയുന്ന സിമെട്രി ഓപ്പറേഷൻ ആണ് നമ്മൾ ഇനി പരിഗണിക്കാൻ പോകുന്നത്. റൊട്ടേഷൻ